السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله صلى الله عليه وسلم والعاقبة للمتقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وقال نبينا رسول الله صلى الله عليه وسلم إن الله ليطلع إلى جميع خلقه ليلة النصف من شعبان ويغفر لعباده إلا لاثنين مشاهد أو قاتل نفس. ബഹുവന്യരായ ഉസ്താദവറുകൾ, നമ്മുടെ മദ്രസയിൽ നിന്നും ഈ വർഷം പഠനം പൂർത്തിയായി ജീവിത ബോധയിലേക്ക് ഇറക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ, അതുപോലെ പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, മറ്റുള്ള പ്രിയപ്പെട്ട എല്ലാ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ ഒരു ഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും നഷ്ടപ്പെട്ട ചില അവസരങ്ങളെ നിങ്ങളിലൂടെ വീണ്ടെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഹിജരി കലണ്ടർ പ്രകാരം ശഅബാൻ 14-ന്റെ പകലിനാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്രിബ് നമസ്കാരം, മഗ്രിബ് ബാങ്കോടുകൂടി ശഅബാനിന്റെ 15-ന്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലും അതിനു മുമ്പുള്ള വർഷങ്ങളിലുമൊക്കെയും ശഅബാൻ 15-നെ കുറിച്ചും ബറാഅത്ത് രാവിനെ കുറിച്ചും അതിൻ്റെ മഹാത്മ്യങ്ങളെ കുറിച്ചും അറിയുകയും പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം ശഅബാനുകൾ വരവേൽക്കാൻ, ധാരാളം ബറാഅത്ത് രാവുകൾ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പരിശുദ്ധമായ ശഅബാൻ മാസം പല കാരണങ്ങളാലും ശ്രദ്ധേയമായ മാസമാണ് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. അതിൻ്റെ 15-ാം രാവിലാണ് നമ്മളൊക്കെയും ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന് 15-ാം രാവാണ് ബറാഅത്ത് രാവ് നമ്മൾ അറിയപ്പെടുന്നത്. ബറാഅത്ത് എന്ന വേർഡിന്റെ ബറാഅ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ മോചനം, വിമോചനം, ഒഴിവാക്കുക, നരകമോചനം നൽകുക എന്ന അർത്ഥത്തിലാണ് ബറാഅ എന്ന ഒരു പദം തന്നെ നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ഈ രാവിന്റെ മഹത്വവും പ്രാധാന്യവും അന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അനേകം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇന്ന് ചില അല്പ വിജ്ഞാനധാരികൾ, ഇന്ന് കാണുന്ന പുത്തനാശയക്കാരടക്കമുള്ള പലരും ഈ രാവിനെ വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമുക്ക് പൂർവീകരായ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നൊരു വഴിയുണ്ട്. മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തന്ന ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബറാഅത്ത് രാവിനെ ആദരിച്ച, ബറാഅത്ത് രാവിലെ അമൽ ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിലുണ്ടായ മനപ്രയാസങ്ങൾ മുഴുവനും ഒഴിഞ്ഞു പോയ, മാത്രമല്ല ഒരു വർഷത്തേക്ക് നമുക്കുള്ള ബഡ്ജറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്യുന്ന രാവാണ് ബറാഅ എന്നുള്ളത്. ഈ രാവിന്റെ പുണ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ
രാവ് പാപമോചനത്തിന്റെ രാവാണ്, നരകമോക്ഷത്തിന്റെ രാവാണ്. മാത്രമല്ല ഈ രാവിൽ നാം ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടുമെന്ന് നമ്മുടെ പൂർവികരായ പണ്ഡിതർ നമുക്ക് പഠിപ്പിച്ചു തന്ന രാവാണ്. 5 രാവുകളെ കുറിച്ച് എണ്ണി പറഞ്ഞപ്പോ, ദുആഇൽ ഇജാബത്ത് കിട്ടുന്ന 5 രാവുകളെ എണ്ണി പറഞ്ഞപ്പോ അതിൽ ഉൾപ്പെട്ട ഒരു രാവാണ് പുണ്യമാക്കപ്പെട്ട ഈ ബറാഅത്ത് രാവ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് ഉണ്ടോ? നമുക്കറിയാമല്ലോ, ആയിഷ ബീവിയുടെ ചരിത്രം നമ്മളൊക്കെ പഠിച്ചവരാണ്. ബറാഅത്ത് രാവിന്റെ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ വിഷമിച്ച കഥ. ആയിഷ ബീവി റസൂൽ എവിടെ പോയി, എന്നെ ഉപേക്ഷിച്ച് മറ്റു ഭാര്യമാരുടെ അടുത്ത് പോയോ എന്ന് സംശയിച്ച രാത്രി നോക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ജന്നത്തുൽ ബഖയ. ആ ജന്നത്തുൽ ബഖയിൽ ഒരുപാട് സത്യവിശ്വാസികളുണ്ട്, ഒരുപാട് സ്വഹാബ കിറാമൻ മറഞ്ഞു കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ് ആയിഷ ബീവി കണ്ടത്. എന്നിട്ടോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ച അധ്യാപനമുണ്ട്. എന്താണ് അധ്യാപനം? ഇന്നല്ലാഹ സദാർത്ത് ഓതി വെച്ച ഹദീസ്, ആ ഒരു ഹദീസ് മുസ്താദ് ഓതി വെച്ച ആയത്തും ഇത് പറഞ്ഞാൽ ക്ലാസ് അവസാനിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ലയത്തലു ഇലാ ജമീഇ ഖൽഖിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലയത്തലു, അവിടെ നിന്ന് പ്രകടമാക്കി കൊടുക്കും, വെളിവാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നർത്ഥം. ജമീഅ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും, ഭൂമി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം പ്രകടമാക്കി കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ ആ ഒരു തിരിനോട്ടം ലഭിക്കുന്നത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാവാണത്, അഥവാ 15ന്റെ രാവാണ്. ഈ ശഅബാൻ 15ന്റെ രാവിൽ മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, ആ ഒരു അനുഗ്രഹം, ആ ഒരു റഹ്മത്ത് വെളിവാക്കി കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അതിനുശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫയഗ്ഫിറു ലിഇബാദിഹി, ആ രാത്രിയിൽ അല്ലാഹുവിന്റെ അടിമകളായ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്ക് മുഴുവനും അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാവർക്കും പുറത്തു കൊടുക്കും. അതിൽ കളവ് നടത്തിയവരുണ്ട്, വഞ്ചന നടത്തിയവരുണ്ട്, അതുപോലെ തന്നെ തെറ്റ് ചെയ്തവരുണ്ട്, അങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരുണ്ട്. ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ അവരുടെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ഖാതിമുൽ അംബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തിരി നമ്മെ പഠിപ്പിക്കുന്നു. അന്നത്തെ രാവിലെ, ഇന്നത്തെ രാവിലെ ഇതെല്ലാം തെറ്റുകളാണ് നമ്മുടെ ജീവിതം സംഭവിച്ചിട്ടുള്ളത്. ആരും പരസ്യമായി അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ നല്ലവരായിരിക്കാം, നമ്മൾ ചെയ്യുന്ന നന്മകളെ മറ്റുള്ളവർക്ക് അറിയുള്ളൂ. പക്ഷേ ആരാരുമില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട്, ആരാരുമില്ലാത്ത സമയത്ത്, ആരും അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങൾ നമ്മുടെ ഈ കുഞ്ഞു പ്രായത്തിൽ നമുക്കില്ലേ? ഇനിയും നമ്മൾ വളരാനിരിക്കുകയാണ്, വളരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന് പ്രത്യാശിക്കുന്നവരാണ്. പക്ഷെ
പക്ഷെ എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്ന് മരിക്കോ നാളെ മരിക്കോ, എന്തിനധികം ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവരാണ് നമ്മൾ. കഴിഞ്ഞ ബറാഅത്ത് രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നിർണയിച്ച രാവിലെ അടുത്ത ബറാഅത്തിന് മുമ്പ് ആരെല്ലാം മരിക്കണം, ആരെല്ലാം ജനിക്കണം, ആരെല്ലാം സന്തോഷിക്കണം, ആർക്കൊക്കെ ജോലി കിട്ടണം, ആർക്കൊക്കെ വാഹനങ്ങൾ വേണം, ആരുടെ വിവാഹം നടക്കണം, ആർക്ക് പരീക്ഷയിൽ ടോപ്പേഴ്സ് കിട്ടണം എന്ന് തുടങ്ങിയതായ എല്ലാ കാര്യങ്ങളും നിർണയിച്ചരാവാൻ കഴിഞ്ഞ ബറാഅത്ത് രാവിലെ അല്ലാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാഹിൽ ഫൈദി അടക്കം വന്നിരിക്കുന്നത്. ഉസ്താദുമാരായ ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ വന്നത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് എപ്പോ പോകണം, എന്നിറങ്ങണം, ആ തീരുമാനം റബ്ബിന്റെ മുമ്പിലാണുള്ളത്. റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് നമ്മളെ പിടിച്ചു നിർത്തിയാലും നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവില്ല. റബ്ബിന്റെ തീരുമാനമാണ്. അതല്ലേ ഈമാൻകാരൻ നമ്മൾ പഠിച്ചപ്പോ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന് പഠിച്ചിട്ടില്ലേ? ഖൈറും ശർറുമായ മുഴുവൻ കാര്യങ്ങളും ആരിൽ നിന്നാണ്? റബ്ബിൽ നിന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അടുത്ത വർഷത്തേക്കുള്ളതായ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോ നമ്മൾ എപ്പോഴും അവിടെ അത് നമ്മളെപ്പോഴും റീൽ കണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാവിലെ നമുക്ക് വേണ്ടതായ സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തിരുമ്പോ നമ്മളെ പണി എപ്പോഴും റീൽ കണ്ടിരിക്കുക. ഒരു പ്രാർത്ഥന നമുക്കില്ല, ഒരു യാസീനോട് നമുക്കില്ല, ഒരു ദുഹാൻ പാരായണം നമുക്കില്ല. ആ രാത്രിയും തോന്നിയതുപോലെ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഖൈർ വിധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനം കൊണ്ട് അത് ശർറായി മാറിയേക്കാം. നഊദു ബില്ലാഹി അല്ലാഹു അത്ശരി. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഈ ശഅബാനിന്റെ 15ാം രാവിൽ എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും, എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര വലിയ പാപമാണെങ്കിലും അത് ഏറ്റുപറഞ്ഞാൽ അല്ലാഹു ഗഫൂറാൻ റഹീമാൻ, ആ റഹീമായ റബ്ബ് പൊരുത്തപ്പെട്ട് നിൽക്കുമെന്ന് മുത്തിൽ പഠിപ്പിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, രണ്ട് ആളുകളുണ്ട്. ആ രണ്ട് ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. അവർ ദുആ ചെയ്തിട്ട് കാര്യമില്ല, അവർ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല, അവരുടെ പ്രാർത്ഥനക്ക് അല്ലാഹുവിന് ആവശ്യമില്ല. അവരുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമില്ല. അവർ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനത്തെ രണ്ടുപേരുണ്ട്. ആരാണ് രണ്ടുപേരെന്നറിയുമോ? അത് ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിലുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ആള് മുശാഹിനാൻ, രണ്ടാമത്തെ ആള് മുശ്രിക്ക് എന്നും ഒരു അഭിപ്രായത്തിലുണ്ട്. ഖാതിൽ നഫ്സി എന്നും ഹദീസുകളിൽ കാണാം. ആരാണ് മുശാഹിൻ? അറിയോ? മുശാഹിനീങ്ങളായ ആളുകൾ അല്ലാഹു പുറത്തു കൊടുക്കില്ല. മുശാഹിൻ എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന് മഗ്ഫിറത്തില്ല. പിണക്കം അത് കൂട്ടുകാരോടാവാം, ഉമ്മയോടാവാം, ഉപ്പയോടാവാം, കൂടപ്പറപ്പുകളോടാവാം, അയൽപക്ക ബന്ധങ്ങളിലാവാം, സഹപാഠികളോടാവാം, സുഹൃത്തുക്കളോടാവാം, ഭാര്യയോടാവാം, മക്കളോടാവാം, ആരോടാകും പിണക്കം അഥവാ വിദ്വേഷം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരാളോട് വെറുപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരാളോട് നമുക്കൊരു സ്നേഹമില്ലായ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആരോട് പിണക്കമുണ്ടാവാൻ പാടില്ല. അതുപോലെ ഖാതിൽ നഫ്സി, സ്വന്തം നഫ്സിനെ കൊല്ലുന്ന ആളുകൾ, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആത്മഹത്യ പേരനെയുള്ള കാലഘട്ടമാണ്. മുന്തിയ ആത്മഹത്യ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ കുട്ടി തൂങ്ങി മരിച്ചു. ഇപ്പൊ ഈ പരീക്ഷയിൽ കഴിഞ്ഞ
പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് കിട്ടാത്തതിന് തൂങ്ങി മരിച്ചു. കഴിഞ്ഞ SLC-യിൽ ഫുൾ A+ ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പലതും സ്വന്തം നഫ്സിനെ സ്വന്തം നഫ്സിനെ കൊല്ലുന്ന ആളുകൾ, അത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകൾ മുന്നിൽ പെടും. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഞ്ചാവ് അടിക്കുന്നവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? MDMA ഉപയോഗിക്കുന്നവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം നഫ്സിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ 2 വിഭാഗം ആളുകൾ, മറ്റൊരു ഹദീസ് പ്രകാരം ഒന്ന് മുശ്രിക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ. അപ്പോ പ്രധാനമായിട്ട് വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇതിന്റെ മർമ്മപ്രധാന പോയിന്റ്. ഈ ഒരു ഹദീസിൽ 3 കാര്യങ്ങളാണ് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു തന്നത്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹു പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങുന്ന രാവാണ് ബറാഅത്ത് രാവ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമോ അവിടെ നിന്ന് വയഗ്ഫിറു ലിഇബാദിഹി, എല്ലാവർക്കും തെറ്റ് ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തെറ്റെല്ലാവരും സംഭവിക്കും. കുട്ടികളിൽ സംഭവിക്കും, വലിയവർ സംഭവിക്കും, പണക്കാർ സംഭവിക്കും, പാവപ്പെട്ട സംഭവിക്കും, ആണിൽ സംഭവിക്കും, പെണ്ണിൽ സംഭവിക്കും, പണ്ഡിതൻ സംഭവിക്കും, ജാഹിൽ സംഭവിക്കും, തമാടിൽ സംഭവിക്കും, എല്ലാവരിലും തെറ്റ് സംഭവിക്കും. അത് മനുഷ്യ സഹജമാണ്. തെറ്റ് അത് പൊറുപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള രാവുകൾ നമുക്ക് നൽകുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും മഗ്ഫിറത്ത് ലഭിക്കും. അതുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട രാത്രിയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖയിലെ ഖബറാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോയത്, അവർക്ക് പാപമോചനം തേടാൻ വേണ്ടി പോയത്, ഇത് നമുക്ക് വലിയ മാതൃകയാണ്. ലോകത്തിന്റെ നേതാവായ മുത്തുനബി പോലും ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുത്തുമണികളെ, എന്റെ പൊന്നു വിദ്യാർത്ഥികളെ, നമ്മളും ചിന്തിക്കണം. കാലഘട്ടം വളരെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും സ്നേഹമില്ല, എല്ലാം സെൽഫിഷായ കാലഘട്ടം. ഇവിടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ നമ്മൾ മറന്നാൽ, നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മൾ ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, നമ്മെ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഭക്ഷണം നൽകിയവരുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്. ഇവരെ നമ്മൾ മറന്നാൽ ഇനി വരും തലമുറ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാവുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ വാഴാതെ കളയരുത്. സമയം വേഗുണ്ടോ? കഴിഞ്ഞിട്ട് സമയം അവസരം തരാട്ടോ, ശ്രദ്ധിക്കാം. അപ്പോ നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ആ ദുആയിൽ ആമീൻ പറയാനും നമ്മൾ ഇവിടെ പ്രസന്റ് ആയിരിക്കണം. അതാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. എങ്കിലേ നാളെ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തലമുറ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ എല്ലാ രാത്രിയിലും റബ്ബിന്റെ മഗ്ഫിറത്തുണ്ട്, എല്ലാ രാത്രിയും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പോ ബറാഅത്ത് രാവിലെ മഗ്ഫിറത്ത് എന്താ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അത് മറ്റു രാവുകളിലൊന്നും ഇല്ലാത്ത സ്പെഷ്യൽ മഗ്ഫിറത്താണ്. എല്ലാ രാത്രിയും മഗ്ഫിറത്തുണ്ടെങ്കിലും പോലും ഈ ബറാഅത്ത് രാവിലുള്ളത് സ്പെഷ്യലായിട്ടുള്ള മഗ്ഫിറത്താണ്. ഇത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഅന്നഹു ഫതാവൽ കുബ്ര എടുത്ത് നോക്കിയാൽ കാണാം. വഅന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ വഇസ്തിജാബത്തുൻ മഖ്സൂസ. ഈ ബറാഅത്ത് രാവിൽ പ്രത്യേകമാക്കപ്പെട്ടതായ മഗ്ഫിറത്തുണ്ട്, പ്രത്യേകം ദുആഇന് ഇജാബത്തും ഉണ്ടെന്ന് മഹാരഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ സന്ദേശം, മനുഷ്യർ തമ്മിലുള്ള പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം ഇത്തരം അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടും. നമുക്കിടയിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഹേതു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലായ്മയാണ്, വിട്ടുവീഴ്ചയില്ലായ്മയാണ്. ഏതൊരു തിന്മയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാതലെടുത്ത് പരിശോധിക്കുമ്പോ നമുക്കതിൽ ബോധ്യപ്പെടുന്ന ഏതൊരു വഞ്ചനയുടെ പിന്നിലും അവർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാവുക. നമ്മളൊന്ന് താഴ് കൊടുത്താൽ
തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവൂ. ചില പിണക്കങ്ങളുടെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോ ചെറുപ്പത്തിലൊന്നോ ഒരു പപ്പടം കിട്ടാത്ത കേസായിരിക്കും, അല്ലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് കൊടുക്കാത്ത പ്രശ്നമായിരിക്കും, അല്ലെ കല്യാണത്തിന് ചോറിന് വിളിച്ചപ്പോ അടുത്ത് സീറ്റ് കൊടുത്തില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കും. ഞങ്ങളുടെ ഉസ്താദുമാരുടെയൊക്കെ ജീവിതത്തില് പല പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും കാലങ്ങളോളമായിട്ട് മിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളൊക്കെ മസ്ലഹത്താക്കാൻ വേണ്ടി പോകും. എന്നിട്ട് എന്റെ കഴിഞ്ഞ വർഷം എനിക്കുണ്ടായ അനുഭവമുണ്ട്. ഒരു വീട്ടില് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ സംസാരിക്കൂല, മിണ്ടൂല. അവര് 10 വർഷത്തോളായി പിണങ്ങി നിൽക്കുകയാണ്. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇത് എങ്ങനെ രമ്യതയിലാക്കണമെന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു. അൽഹംദുലില്ലാഹ് അവർക്ക് ഒരു സന്തോഷത്തിലാണ്. ഇക്കാക്ക ദീനിയായി നല്ല ബന്ധമുള്ള ആളാണ്, പള്ളിയുമായി ബന്ധമുള്ള ആളാണ്, ദീനുമായിട്ട് എല്ലാം സഹകരിക്കുന്ന ആളാണ്. അനിയന് മോശമൊന്നുമല്ല. പക്ഷേ ഇക്കാക്കാന്റെ മോന്റെ കല്യാണത്തിന് പാട്ടും ഡാൻസും കുറിച്ച് ഓവറായി കേസതാണ്. 10 കൊല്ലം മുമ്പിട്ടോ 12 കൊല്ലമായിട്ടോ. അന്ന് ഇക്കാക്ക് വരുമ്പോ കാണുന്ന കാലം എന്താ, ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിന്മേല് പാട്ടിട്ടിട്ട് എന്ത് ചെയ്തു, ആ കുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ചാടിക്കളിക്കുന്ന രംഗം കണ്ടിട്ടാണ് എന്ത് ചെയ്തത് ഇക്കാക്ക വന്ന് ഇത് കണ്ടപ്പോ മൂപ്പർക്ക് പറ്റി. മൂപ്പർ നീങ്ങിയായ വിഷനല്ലേ, ആൺകുട്ടികളെ പെങ്ങൾ ഒരുമിച്ച് ചാടികൾ കണ്ടപ്പോ മൂപ്പർ ഇറങ്ങിപ്പോയി. പക്ഷേ മൂപ്പരങ്ങനെ ഇറങ്ങിപ്പോയപ്പോ മൂപ്പരെ കണ്ടപ്പോ ആ കളി അവിടെ നിർത്തിയില്ല. രണ്ടാമത് മൂപ്പരോട് ആരും വന്നിട്ട് എന്ത് ചെയ്യില്ല, ഇനി ഉണ്ടാവില്ല, അത് തിരിച്ചു വിളിച്ചില്ല. മൂപ്പറിറങ്ങി പോയി. കല്യാണം കഴിഞ്ഞ പിന്നെ എന്താവൂല, പിന്നെ ആ ഇതിൽ പരിപാടി വേറെ പങ്കെടുക്കൂല. ഇനി മൂപ്പർ പേരപ്പെടുന്ന കല്യാണങ്ങൾ വരാൻ പോകണം. അപ്പോഴാണ് ഈ മസലത്ത് നടക്കുന്നത്. മനസ്സിലാവുണ്ടോ? കേസ് എത്ര ഉള്ളൂ. അന്നിപ്പോ ആ കുട്ടികളെ ചാടിക്കളിച്ചപ്പോ ആ കല്യാണത്തിൽ ആർഭാടങ്ങൾ ഉണ്ടായപ്പോ അതവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഈ 10 വർഷം കഴിഞ്ഞ് ആ 2 കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോല പരസ്പരം അങ്ങോട്ടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അട്ടിമറിച്ചോ, തച്ചോ, കുത്തിയോ, വർത്താനോ ഒന്നും ഉണ്ടായിട്ടില്ല. ദീനിനെതിരായിട്ട് ഞാനൊന്നും ചെയ്യൂല. അപ്പൊ ഈ അന്യൻ പറയുന്ന വാദം എന്തായാലും ഇക്കാലത്ത് അറിഞ്ഞുപോയത് ശരിയല്ല. ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കരുത്. നമ്മൾ ഉസ്താദോട് ചോദിക്കും, ഉസ്താദെ ഒരാള് ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമല്ലേ? എന്നിട്ട് മൂപ്പര വരാതിന് മൂപ്പരത്തല്ലേ തെറ്റ്? അല്ലെങ്കിൽ മൂപ്പരോടെ വന്നിട്ട് എന്നോട് പറയുകയാണ് ഈ പരിപാടി നിർത്തുമ്പോൾ ഞാൻ നിർത്തൂല ഉസ്താദെ. മൂപ്പർ വന്നാണ് ഇറങ്ങിപ്പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ കുടുംബം കൂടുമ്പോഴാണ് മൂപ്പർ വേണ്ട ഞാനും അവൻ്റെ വലിയ പരിപാടി പങ്കെടുക്കില്ല എന്നും പറഞ്ഞ ഒരു ഒന്ന് കൂടിയിരുന്നാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളെ പല പിണക്കങ്ങളും അങ്ങനെയായിരിക്കും. അല്ലെങ്കിലോ ചില പിണക്കങ്ങൾ അങ്ങനെ ആയിരിക്കും. ഒരാൾ പെണ്ണിട്ടാ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അങ്ങനെ കല്യാണപ്രായം വേറെ ആൾ കെട്ടിക്കൊണ്ടുപോയി, അതോടുകൂടി എന്തായി ഒന്നും കണക്കായി. ഹാബീല് കാബീലും എന്തിന്റെ പേരിലാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ചില പിണക്കങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കണം. ഇനി അങ്ങനെ ആരോടെങ്കിലും പല വിദ്വേഷമോ പിണക്കമോ നമുക്കുണ്ടായാൽ ഏറി വന്നാലും 3 ദിവസം അതിന്റെ മുമ്പ് അത് മസ്ലഹത്താക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുണ്ടാകുന്ന നല്ല നല്ല രാവുകളുണ്ടാകുന്ന മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടം ലഭിക്കാത്തവരാണ് പിണക്കം, വിദ്വേഷം, വൈരാഗ്യ മനസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കുമിഞ്ഞു കൂടിയ മുഴുവൻ ഹൃദയരോഗം അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇജാബത്തുള്ള ദുആഇന്റെ രാത്രി നമുക്ക് നഷ്ടപ്പെടും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിന് മഹത്തായ 2 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്നെന്താണ്? മഗ്ഫിറത്തുൻ മഖ്സൂസയാണ്, ഇസ്തിജാബുൽ മഖ്സൂസയുണ്ട്, മഗ്ഫിറത്തുമുണ്ട്, ദുആഇ ഇജാബത്തുമുണ്ട്. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം, പരീക്ഷണങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ഒരാൾ. അല്ലാഹു നമ്മെ പല രീതിയിൽ പരീക്ഷിക്കും. സമ്പത്ത് നൽകി പരീക്ഷിക്കും,
സൗന്ദര്യം നൽകി പരീക്ഷിക്കും, മക്കൾ നൽകി പരീക്ഷിക്കും, ജോലി നൽകി പരീക്ഷിക്കും, എന്നാലോ സമ്പത്ത് തരാതെയും പരീക്ഷിക്കും, മക്കള് തെറ്റായ മാർഗത്തിൽ പോയിക്കൊണ്ട് പരീക്ഷിക്കും. പല രീതിയിലുള്ള പരീക്ഷണങ്ങളും അല്ലാഹു നമുക്ക് നൽകും. ആ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇന്നത്തെ രാവിലെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ദിക്ർ ദുആവുമായി ബന്ധപ്പെടാൻ നമുക്ക് സമയം കണ്ടെത്താൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് പരീക്ഷണങ്ങളിൽ ഖൈറുമുണ്ട് ഷർറുമുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടിയതൊക്കെ വലിയ ഭാഗ്യമാണ്. ഉസ്താദ് എപ്പോഴും പറയും 7ാം ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടിന്റെ ഭാഗ്യമാണ്. അത് ചില പരീക്ഷണാവും. ആ ഒരു സന്തോഷത്തിൽ, നമുക്ക് കിട്ടുന്ന സന്തോഷത്തിൽ അതിമറഞ്ഞ് ആഹ്ലാദിക്കരുത്. നമുക്ക് ലഭ്യമാകുന്ന വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ അമിതമായി വിഷമിക്കുകയും ചെയ്യരുത്. കാരണം എന്താ, ചില സന്തോഷങ്ങൾ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. ചില വിഷമങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലേക്കും എത്തിക്കും. അല്ലേ? നമ്മൾ ഓതാറില്ലേ? ഒരു പ്രയാസം വരുമ്പോൾ അതിനപ്പുറത്ത് എളുപ്പമുണ്ടാകും. പ്രയാസം വരുമ്പോൾ സങ്കടപ്പെടേണ്ടതിനേക്കാൾ നല്ലത് വരാനുണ്ട്. സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യരുത്. കാരണം അതെല്ലാം തകരാൻ ഒരു നിമിഷം മതി. അപ്പൊ നമുക്ക് ലഭ്യമാകുന്ന സന്തോഷങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് വരാനിരിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഉപയോഗപ്പെടുത്താൻ പറ്റിയ രാവാണ് ലൈലത്തുൽ ബറാഅ, വിമോചനത്തിന്റെ രാവ്. അതുപോലെ തന്നെയാണ് ഭക്ഷണ വിശാല നൽകുന്ന രാവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും പരമപ്രധാനമാണ്. ജീവിതത്തിൽ വന്ന തെറ്റുകൾ തേച്ചു മായിച്ചു കഴുകി ശുദ്ധിയാക്കാൻ പറ്റിയ സന്തോഷത്തിന്റെ, അനുരാഗത്തിന്റെ നല്ല ഒരു നിമിഷമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയല്ല. അതോടൊപ്പം നമ്മുടെയും കുടുംബത്തിന്റെയും വരും തലമുറകളുടെയും തൊഴിൽ, വരുമാനം, സാമ്പത്തിക സുരക്ഷ റബ്ബിനോട് ചോദിക്കപ്പെടേണ്ട സുവർണാവസരമാണ്. നഷ്ടപ്പെടുത്തി കളയരുത്. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണം. രാജ്യത്തിന്റെ സമാധാനം, ഫലസ്തീൻ പ്രശ്നം, എല്ലാത്തിനും ദുആ ചെയ്യണം. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും വരരുതെന്ന് റബ്ബിനോട് താണുകയാണ്, അപേക്ഷിക്കണം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. സമുദായത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഇതൊക്കെ നമുക്ക് കാണാതെ അറിയുന്നതുമാണ്. നേരത്തെ ഉസ്താദ് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ആയത്തായിരുന്നു. എവിടെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ما شاء الله. അല്ലാഹു മക്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ദിവസവും മുഹമ്മദ് റസൂൽ ഓതുന്ന കുട്ടികൾ കൂട്ടത്തിലുണ്ടോ? ഹദ്ദാദ് എന്ന കുട്ടികൾ എല്ലാ ദിവസവും മുഹമ്മദ് റസൂൽ ഓതും. എല്ലാ ദിവസവും മുഹമ്മദ് റസൂൽ ഓതുന്ന ആരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും എല്ലാ ദിവസവും ഈ ഒരു മുഹമ്മദ് റസൂൽ ഓതാൻ, അതിൽ ഹദ്ദാദ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണത്. നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് റസൂലിന്റെ അവസാനത്തെ ആയത്ത്. എന്താ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ ഉസ്താദ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ശ്രദ്ധിക്കണേ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ,
ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ പിടികൂടരുതേ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റബ്ബേ. ഇന്നസീന ഞങ്ങൾ അറിയാതെ മറന്നുപോയ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അശ്രദ്ധ കാര്യങ്ങൾ മറന്നുപോയതാണ്. ആ മറന്നുപോയതിന്റെ പേര് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റബ്ബേ. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുണ്ട്, ആ പാപങ്ങളിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഖുർആന്റെ പ്രാർത്ഥന നിത്യം പതിവാക്കണം. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം, ധാരാള സന്ദേശം അതാണ്. എല്ലാ ദിവസവും അദ്ദാറുന്നവരാവണം. അത്രയും പുണ്യമുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇജാബത്തുള്ള പ്രാർത്ഥന ഹദീസിലും ഖുർആനിലും വന്ന പ്രാർത്ഥനകളാണ്. ഇതൊന്ന് പഠിച്ചു വെക്കണം. അർത്ഥ സഹിതം പഠിച്ചത് റബ്ബേ ലാ തുആഖിദ്ന, ഞങ്ങളെ നീ പിടിക്കല്ലേ, എന്നുവെച്ചാല് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. ഔ നസീന, ഞങ്ങൾ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറന്നു ചെയ്തതായ തെറ്റുകളുണ്ട്. ഔ ഖതഅന, ഞങ്ങളിൽ സംഭവിച്ച പാപികളുണ്ട്, അതെല്ലാം ഞങ്ങൾക്ക് മാപ്പ് നൽകണേ എന്നാണ് നിന്റെ വൽഹാസിൽ. ശിക്ഷിക്കരുത് പറഞ്ഞാൽ നിർത്തിയില്ല. റബ്ബന റബ്ബേ വലാ തഹ്മിൽ അലൈനാ, ഞങ്ങൾക്ക് നീ ഭാരമേറുന്ന ഒന്നും തരല്ല റബ്ബേ, പ്രയാസമാകുന്ന ഒന്നും തരല്ല റബ്ബേ. മുൻഗാമികൾക്കുണ്ടായ പ്രയാസം എപ്പോഴാ ഭാരായി തോന്നുക? നിസ്കരിക്കാൻ എപ്പോഴാ ഭാരായി തോന്നുക? മുനാഫിഖിക്ക് ഏറ്റവും പ്രയാസ നിസ്കാരം എന്താ? ഭാരായ നിസ്കാരം. സുബഹി വിശാഖം എപ്പോഴാ ഭാരാവുക? നിങ്ങൾ ആലോചിച്ചൊക്കെ നന്മ ചെയ്യാൻ വലിയ പ്രയാസമുണ്ടോ? അതിന്റെ മഹത്വം മനസ്സിലാകാൻ നിൽക്കുമ്പോൾ അത് ഭാരായി തോന്നുക അല്ലേ? ഒരു സുബഹി നിസ്കരിച്ച ആ ദിവസം മൊത്തം നമുക്ക് നന്മയാണ്. സുബഹിന്റെ മുന്നത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആരെങ്കിലും നിസ്കരിച്ചവരുണ്ടോ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചവർ മാഷാ അല്ലാഹ്, ഒരാൾ, 2 ആൾ, 3 ആൾ, 4 ആൾ, 5 ആൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ അല്ലേ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, ഈ ഭൂമിയും ഭൂമിയിലുള്ള സർവ്വതും ഈ വെസ്റ്റർപട്ടിയുടെ മെമ്പർ ആകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ വേണ്ട കേരള മുഖ്യമന്ത്രി ആവുന്നതിനേക്കാൾ, വേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നതിനേക്കാൾ, വേണ്ട റിസർവ് ബാങ്കിന് മുതലാളിയാവുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണെന്നതിനർത്ഥം ഈ ഭൂമിയും ഭൂമിയിലുള്ള സർവ്വതും നിനക്ക് സ്വന്തമാകുന്നതിനേക്കാൾ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിനക്ക് ഖൈർ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ആവുന്നതാണ്. അല്ലാഹു നല്ലത് തോന്നിക്കട്ടെ. ഇവിടെ സുബഹി നിസ്കാരം ഭാഗിക്കാൻ മതി. സുബഹിസ്കരിക്കാറില്ലല്ലോ, ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നാരും പറയണ്ട. ഞങ്ങളുടെ താരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സുബഹി കറക്റ്റ് എല്ലാ ദിവസവും നിസ്കരിക്കണം. അപ്പൊ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, ഞങ്ങളെ മുൻഗാമികൾക്കുണ്ടായിരുന്ന ഭാരം പോലോത്ത ഭാരം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് തരില്ലേ, പരീക്ഷണങ്ങളൊന്നും തരില്ലേ. ഒരു പരീക്ഷണം നൽകിയാലോ ആ പരീക്ഷണങ്ങൾ അതിജയിക്കാനുള്ള തൗഫീഖ് പടച്ചവൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ, വർഹംനാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ റബ്ബേ, അനുഗ്രഹം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണം, സമാധാനം നൽകണം, എല്ലാം നൽകണം. അൻത മൗലാനാ, ഞങ്ങളുടെ മൗല നീയാണ്. ഫൻസുർനാ, ഞങ്ങളെ സഹായിക്കണം, അലാ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ദീനിനെതിരെ ഞങ്ങളെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കുന്ന കാഫിരീങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന്, ശത്രുവിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് റഹ്മാനേ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമല്ലോ. ഇത്ര അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ളതായ ആയത്തുകളും സൂറത്തുകളും ഒക്കെയും നിത്യജീവിതത്തിൽ ഉൾപ്പെടാനും ബറാഅത്ത് രാവിനെ ഹയാത്താക്കണമെന്നും പിറ്റേന്ന് നോമ്പനുഷ്ഠിക്കണമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്, ശ്രദ്ധിക്കണുണ്ടാവും. ഇങ്ങനെ എല്ലാവരും ഞാൻ വിടും ഇൻഷാ അല്ലാഹ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ രാത്രി, ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ചില മഹാരന്മാർ അസർക്ക് ശേഷം ചെയ്യാമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 യാസീൻ നമ്മൾ ഓതണം, ദുഹാസുർ നമ്മൾ ഓതണം അല്ലേ? 3 യാസീൻ ഓതുമ്പോ
ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുമ്പോ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചിട്ടോ അതിൽ എന്ത് ചെയ്യാൻ നിയ്യത്തുണ്ടോ അത് സഫലീകരിക്കുക. ആ സഫലീകരിക്കുന്ന രാവിലാണ് നമ്മളൊക്കെയും ഉള്ളത്. 3 യാസീൻ നമ്മൾ ഓതണം ഇൻഷാ അല്ലാഹ്. പള്ളിയിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇത്കാഫിന് നിയ്യത്തുമായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ്? അള്ളാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ വന്നുകൊണ്ട് ഇസ്ലാമിക വേഷമണിഞ്ഞ് തൊപ്പി തിരിച്ച് ഇഖ്ലാസോടുകൂടി ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇന്ന് 3 യാസീൻ ഓതും. നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പെൺകുട്ടികളും ഉമ്മമാരും ഒക്കെ മദ്രസയിൽ ഉണ്ടാവണം. എന്നിട്ടോ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകുന്ന ആയുസ് ഇനിയും ധാരാളം ശഅബാനുകൾ വരാൻ, ധാരാളം റമദാനുകൾ വരാൻ, ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി എന്ന നിയ്യത്തോടു കൂടിയാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോഴോ കുറെ കാലം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, ഉപജീവനമാണല്ലോ. അപ്പൊ നമ്മുടെ റിസ്കിൽ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്, ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം. സാമ്പത്തികത്തിന് പ്രയാസമാവരുത്, മക്കളതിന് പ്രയാസമാവരുത്, ജോലിത്തിന് പ്രയാസമാവരുത്. ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീനോ അവർ ഉറ്റവർ, ഉടയവർ, കൂടപ്പുറപ്പുകൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, നാട്ടുകാർ, അയൽപക്ക ബന്ധത്തിലുള്ളവർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, ഇവരിൽ നിന്ന് ആരൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെയൊക്കെയും മഗ്ഫിറത്തിന് വേണ്ടിയിട്ടാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമുക്ക് നല്ല മരണം ലഭിക്കാൻ വേണ്ടിയിട്ടും. അതൊന്ന് ആലോചിച്ചാണ്. കുറെ കാലം ഖുർആനൊക്കെ ഓതി ഒരുപാട് ആളുകൾ സഹായിച്ച് ജീവിച്ചു. അവസാന കാലത്ത് നീചനായി, തമ്മാടിയായി, പിശാചായി, എല്ലാവരും വെറുക്കപ്പെട്ടവരായിട്ട് നമ്മൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ ആലോചിച്ചാണ്. ജീവിച്ച പലരൊക്കെ 5, 7, 10 ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. സ്കൂളിൽ +2 A+ ഉണ്ടായിരുന്നു. ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയത്തിൽ പാസ്സായതാണ്. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ കാലം ഒരുപാട് ആൾക്ക് ദീൻ പറഞ്ഞെടുത്തു, ഇൽമു പറഞ്ഞെടുത്തു, മതത്തിൽ സർവസ്ഥലായി, പള്ളികൾ പ്രാർത്ഥനയായി. പക്ഷെ മരിക്കുന്ന സമയത്ത് ഇതൊക്കെ നശിപ്പിക്കുന്ന ഭ്രാന്തനായി, വിശാലനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, അന്ത്യം മോശമായി മരിച്ചാൽ പിന്നെ നമ്മൾ ഇത്രയും കാലം ചെയ്ത നന്മക്ക് വല്ല ഫലമുണ്ടോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട്, മരിച്ചവർക്ക് വേണ്ടിയിട്ടും നമ്മളെ മരണം നന്നാവാൻ നിയ്യത്തോട് കൂടിയിട്ട് ഒരു യാസീൻ ഓതുക. അത് കഴിഞ്ഞതിന് ശേഷം ദുഹാന സൂറത്ത് ഓതുക. അതിനെ സൂറത്ത് ദിക്റൊക്കെ ചെയ്യുക. ഇൻഷാഅല്ലാഹ് പള്ളിയിൽ വെച്ചുകൊണ്ട് ചെയ്യുക. അതിലേക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവിധ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, പൈശാചികമായ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ അല്ലാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലും അല്ലാഹുവിന്റെ തൃപ്തിയിലുമായി ജീവിക്കാൻ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന പാന്താവിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. ഉറ്റവരെയും ഉടവരെയും മാതാപിതാക്കളെയും വെറുപ്പിക്കാതെ അവരെ ജീവന തുല്യം സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ പദവികൾ ഉയരുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ടതായി ബറാഅത്ത് രാവിൽ ഒരുപാട് നിഷ്കളങ്കരായ മുഅ്മിനീങ്ങൾ, മുഖ്ലിസീങ്ങൾ, മുത്തഖീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ സ്വാലിഹീങ്ങളുടെ ദുആഇന്റെ വീതം ലഭിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, പരീക്ഷകളിൽ നിന്നും, ഉപജീവനങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസം അല്ലാഹു അകറ്റിത്തരട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കുന്ന യാഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാമെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു കൊച്ചു ഉപദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ ആ പ്രത്യേക പ്രാർത്ഥനയിൽ എല്ലാവരും
ഉസ്താദിനെയും ഉസ്താദുമാരെയും അതുപോലെ തന്നെ ഉസ്താദിന് മൺമറഞ്ഞു പോയ ഉപ്പ, വല്ലിപ്പ, മറ്റു കുടുംബാദികൾ, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകി ഉസ്താദുമാരെ സ്നേഹിച്ചവരെ സഹായിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, ശാരീരികമായി സഹായിച്ചവരുണ്ട്, മാനസികമായി അടുപ്പം കാണിച്ചവരുണ്ട്. അവിടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെയും ഒരു ഇടം നൽകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി